വേഗത്തിൽ ഉത്തരം ഓർത്ത് വയ്ക്കാനും പെട്ടെന്ന് പറയാനും ക്ലാസ് റൂമിൽ മെമ്മറി ടിപ്സ് പരീക്ഷണവുമായി സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് പ്രമോദ് മാല്യങ്കര. ദിസ് ന്യൂസ് ബ്രോട്ട് യു ബൈ പ്ലസന്റ് ഹോളിഡേ ഇൻ ഹോം സ്റ്റേ. ശാന്തസുന്ദരമായ താമസ സൗകര്യവും സ്വന്തം ഫിഷ് ഫാമിൽ നിന്ന് മീൻ പിടിക്കുന്ന ഒരു അനുഭവവും നിങ്ങൾക്ക് തരുന്നു. പ്ലസന്റ് ഹോളിഡേ ഇൻ ഹോം സ്റ്റേ, പെരുമാൾപ്പടി ഈസ്റ്റ്, വൈപ്പിൻ. വേഗത്തിൽ ഉത്തരം ഓർത്തു വയ്ക്കാനും പെട്ടെന്ന് പറയാനും ക്ലാസ് റൂമിൽ മെമ്മറി ടിപ്സ് പരീക്ഷണം ഒരുക്കുകയാണ് സംസ്ഥാന അവാർഡ് ജേതാവ് പ്രമോദ് മാല്യങ്കര. പോഡ ബീഫ് ഫ്രൈ, കാപ്പി സോഷ്യൽ മിക്സ്, ലേല കസം പുതിയ മെമ്മറി ടിപ്സ് പഠനത്തിൽ പരീക്ഷിച്ച് അധ്യാപകൻ ശ്രദ്ധ നേടുന്നു. പറവൂർ SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 അധ്യാപകനും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കൂടിയായ പ്രമോദ് മാല്യങ്കരയുടെ പുതിയ പഠന തന്ത്രങ്ങളും ശ്രദ്ധേയവും രസകരവുമായി മാറുകയാണ്. സാമ്പത്തിക ശാസ്ത്രം പഠിക്കാൻ ഈ വർഷം പുതിയൊരു ടിപ്സ് നമ്മൾ ഉപയോഗിക്കുന്നു. മെമ്മറി ടിപ്സ് എന്നാണ് അതിൻ്റെ പേര്. സാധാരണ നമ്മൾ കലകളിലൂടെയൊക്കെയാണ് എക്കണോമിക്സ് പഠിപ്പിക്കുന്ന രീതിയിലാണ് ഈ തവണ തികച്ചും വ്യത്യസ്തമായി. ഇപ്പോൾ പോഡ ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞ ഒരു ആൻസറാണ്. അപ്പോൾ അത് മുമ്പ് നമുക്ക് കേട്ടിട്ടുണ്ട്. പോഡ ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങളുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ടൊക്കെ. അപ്പോൾ ഇപ്പോൾ എക്കണോമിക്സിൽ ഞങ്ങൾ അങ്ങനെ ചെയ്താക്കിയാണ്. എക്കണോമിക്സിലും ഇപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇതൊക്കെല്ലാമാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ സെൽ എന്നാണ്. CELL, C ക്യാപിറ്റൽ, E എൻ്റർപ്രൈസ്, L ലാൻഡ്, L ലേബർ, അങ്ങനെ ഉള്ള സംഭവങ്ങളാണ് ചെയ്യുന്നത്. അതുപോലെ റിട്ടേൺ ടു സ്കെയിലിൻ്റെ 3 ഭാഗങ്ങൾ, CRS, IRS, DRS എന്ന് പറഞ്ഞ അങ്ങനെ പഠിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പുതിയ മെമ്മറി ടിപ്സുകളാണ് ഈ വർഷം നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്ന് വെച്ചാൽ ബാഗ് എന്ന് മാത്രം പഠിച്ചാൽ മതി. ബാഗ്, B എന്ന് പറഞ്ഞാൽ ബാങ്കേഴ്സ് ബാങ്ക്, G, A എന്ന് പറഞ്ഞാൽ അഡ്വൈസർ ടു ദ ബാങ്ക്, G എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബാങ്ക്. അങ്ങനെയൊക്കെയുള്ള വളരെ പെട്ടെന്ന് കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള മെമ്മറി ടിപ്സാണ് ഈ വർഷത്തെ പുതിയ രീതി. അതും വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും പുതിയ മെമ്മറി ടിപ്സുമായി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതട്ടെ, പാസ്സാവട്ടെ. ഇന്ത്യയിലേക്ക് കടൽ മാർഗം വന്ന വിദേശീയർ ആരെല്ലാം എന്ന് ചോദിച്ചാൽ ഉത്തരം പോഡ ബീഫ് ഫ്രൈ. പോർച്ചുഗീസ്, ഡച്ചുകാർ, B ബ്രിട്ടീഷുകാർ, ഫ്രൈ ഫ്രഞ്ചുകാർ. ഇന്ത്യയിലേക്ക് വന്ന വിദേശ രാജ്യക്കാർ വളരെ സിമ്പിളായി വിദ്യാർത്ഥികൾക്ക് ഓർത്തിരിക്കാം. ഉൽപാദക ഘടകങ്ങൾ ചോദിച്ചാൽ ഉത്തരം CELL സെൽ, C ക്യാപിറ്റൽ, E എൻ്റർപ്രൈസ്, L ലാൻഡ്, L ലേബർ. കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങൾ ചോദിച്ചാൽ ഉത്തരം ബാങ്ക്. B ഫോർ ബാങ്കേഴ്സ് ബാങ്ക്, A അഡ്വൈസർ ടു ബാങ്ക്, G ഗവൺമെന്റ് ബാങ്ക്. പരിപൂർണ മത്സര കമ്പോളത്തിന്റെ സവിശേഷതകൾ: വിൽക്കാനും വാങ്ങാനും ഓരോ സാധനങ്ങൾ, ധാരാളം വിൽപ്പനക്കാർ, ധാരാളം വാങ്ങുന്നവർ, ഒരേപോലെയുള്ള സാധനങ്ങൾ. ഇതുപോലെ SSLC ഹയർ സെക്കൻഡറി ക്ലാസുകളിൽ സോഷ്യൽ സയൻസ്, ഇക്കണോമിക്സ് വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ വ്യത്യസ്തമായി മെമ്മറി ടിപ്സിലൂടെ കുട്ടികൾക്ക് ഓർത്തിരിക്കാനും അത് ഉത്തരപേപ്പറിൽ ഉത്തരസൂചിക എഴുതാനും കഴിയുന്ന തരത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നേരത്തെ ഇക്കണോമിക്സ് പഠിക്കാൻ ഓട്ടൻതുള്ളൽ, ചാക്യാർ കൂത്ത്, സ്കിറ്റ്, മൈം, ഇക്കണോമിക്സ് ഗാനങ്ങൾ തയ്യാറാക്കി പ്രശസ്തനായ പ്രമോദ് മാല്യങ്കരയുടെ പുതിയ പഠന ശ്രമങ്ങളും ശ്രദ്ധേയമാവുകയാണ്. മനഃശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഈ അധ്യാപകന്റെ ഒരു സൈക്കോളജി ടെസ്റ്റ് കൂടിയാണ് പുതിയ പഠനശൈലി. ന്യൂസ് ഡെസ്ക്, നാട്ടുവാർത്ത, പറവൂർ. Land, L labor. Okay. Factors affecting demand: price, P price, R revenue, I income, E expenditure. Return to scale: IRS, CRS, DRS. ഞങ്ങളുടെ സാറിപ്പോൾ എക്കണോമിക്സ് പഠിപ്പിക്കുന്നത് ചെറിയ വാക്കുകളിലൂടെയാണ്. അതും ചെറിയ മെത്തേഡുകൾ, ഇപ്പോൾ ബാഗ്, സെൽ, അങ്ങനെ കുറേ മെത്തേഡുകളിലൂടെയാണ് സാർക്ക് ഞങ്ങൾ എക്കണോമിക്സ് പഠിപ്പിക്കുന്നത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ്, ആൻസർ പ്രൈസ്, P എന്ന് പറഞ്ഞാൽ പ്രൈസ്, R എന്ന് പറഞ്ഞാൽ റവന്യൂ, I എന്ന് പറഞ്ഞാൽ ഇൻകം, E എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ.